ഉദാഹരണ സഹിതം താഴെ പറയുന്നവയെ വ്യത്യാസങ്ങൾ എഴുതുക. സാധാരണ വസ്തുക്കളും തരം താഴ്ന്ന വസ്തുക്കളും, പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾസ്. നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്. സാധാരണ വസ്തുക്കളും തരം താഴ്ന്ന വസ്തുക്കളും. പ്രതിസ്ഥാന വസ്തുക്കളും പൂരക വസ്തുക്കളും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്. എന്താണ് ഇവ പറഞ്ഞാൽ? എക്സാമിന് ആർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ വസ്തുക്കൾ അഥവാ നോർമൽ ഗുഡ്സ്. എന്താണ് നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? സാധാരണ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ വ്യക്തി കൂടുതലായിട്ട് വാങ്ങുകയും എന്നാൽ വരുമാനം കുറഞ്ഞാൽ വാങ്ങാൻ താല്പര്യമില്ലാത്തതുമായ വസ്തുക്കളെയാണ് നമ്മൾ സാധാരണ വസ്തുക്കൾ അഥവാ നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഏതായിരിക്കും? ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്, വെൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ആൾസോ ഇൻക്രീസ്. വ്യക്തിയുടെ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും ചോദനം വർദ്ധിക്കുകയും. ആൻഡ് വെൻ ഇൻകം ഡിക്രീസസ് ഡിമാൻഡ് ആൾസോ ഡിക്രീസസ്. ഇൻകം കുറയുമ്പോൾ വരുമാനം കുറയുമ്പോൾ താല്പര്യം കുറയുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ സാധാരണ വസ്തുക്കൾ അഥവാ നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഏതാണ്? ടി വി അല്ലേ, വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും. കമ്പ്യൂട്ടർ, നല്ല നല്ല വസ്ത്രങ്ങൾ, ക്ലോത്ത്സ് അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്ന വസ്തുക്കൾ. എന്നാൽ തരം താഴ്ന്ന വസ്തുക്കൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിനുള്ള താല്പര്യം കുറയുകയും വ്യക്തിൻ്റെ വരുമാനം കുറയുമ്പോൾ അതിനുള്ള താല്പര്യം കൂടുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ് അഥവാ തരം താഴ്ന്ന വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വെൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫാൾസ് ആൻഡ് വെൻ ദ ഇൻകം ഡിക്രീസസ് ദ ഡിമാൻഡ് റൈസസ്. വ്യക്തിൻ്റെ വരുമാനം കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കുറയുകയും വ്യക്തിന് വരുമാനം കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും അതിനൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വ്യക്തിൻ്റെ വരുമാനം കൂടുമ്പോൾ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവും മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വ്യക്തിൻ്റെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ മണ്ണെണ്ണ സ്റ്റൗ അല്ലേ, എന്താണ് കെറോസിൻ്റെ സ്റ്റൗ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം വ്യക്തിൻ്റെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ആ മണ്ണെണ്ണ സ്റ്റൗവിനോടുള്ള താല്പര്യം വ്യക്തികൾക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്നാൽ വ്യക്തിന് വരുമാനം കുറഞ്ഞു കഴിയുമ്പോഴോ ഇത് വാങ്ങാൻ വേണ്ടി വ്യക്തികൾ താല്പര്യപ്പെടും. ഇങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഫീരിയർ ഗുഡ് എന്ന് വിളിക്കുന്നത്. ഇനി വ്യക്തിന് വരുമാനം കൂടിക്കഴിഞ്ഞാൽ എന്താണ്, വ്യക്തി യാത്ര ചെയ്യാൻ വേണ്ടി എന്താണ് വണ്ടികളും മറ്റും സ്വന്തമായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടും. എന്നാൽ വ്യക്തിന് വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ അയാൾ KSRTC പോലുള്ള അല്ലെങ്കിൽ തന്നെ സാധാ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുക. അപ്പോൾ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ സാധാ ലൈൻ ബസ്സിൽ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള വ്യക്തിയുടെ താല്പര്യം കൂടുകയാണ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം തരം താഴ്ന്ന വസ്തുക്കൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സിന് ഉദാഹരണം. ഇനി അടുത്തത് പ്രതിസ്ഥാന വസ്തുക്കളും പൂരക വസ്തുക്കളും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഫുട്ബോളൊക്കെ പറയാറുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ എന്ന് പറയും. ഒരു വ്യക്തിക്ക് പകരമായിട്ട് ഒരു നല്ലൊരു വ്യക്തിയെ അല്ലെങ്കിൽ അതേപോലെ കളിക്കുന്ന ഒരു വ്യക്തി കളത്തിലേക്ക് ഇറക്കുക. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് പകരമായിട്ടുള്ള വസ്തു നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ടീ ആൻഡ് കോഫി. ടീക്ക് പകരം നമുക്ക് കോഫി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോഫിക്ക് പകരം നമ്മൾ ടീ ഉപയോഗിക്കാം. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രതിസ്ഥാന വസ്തുക്കൾ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയും. ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ടു സാറ്റിസ്ഫൈ എ നീഡ് ആർ കാൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വസ്തുവിന് പകരം അതേ താല്പര്യം ഉണ്ടാകുന്ന മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ്. ഇതിനാണ് നമ്മൾ പ്രതിസ്ഥാന വസ്തുക്കൾ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. അടുത്തത് കോംപ്ലിമെൻ്ററി ഗുഡ്, പൂരക വസ്തുക്കൾ. വെൻ മോർ ദാൻ വൺ ഗുഡ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ വാണ്ട് സച്ച് ഗുഡ്സ് ആർ കാൾഡ് കോംപ്ലിമെൻ്ററി ഗുഡ്. ഒരു വസ്തു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെ സഹായം കൂടിയേ തീരുള്ളൂ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത്. പെന്ന് ഉപയോഗിക്കണമെന്നെങ്കിൽ നമുക്ക് എന്താണ്, ഇങ്ക് വേണം, മഷി വേണം. കാറിന് നമുക്ക് പെട്രോൾ വേണം. പിന്നെ അതുപോലെ എന്താണ്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ഇതിന്. അപ്പം കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിനൊക്കെ ഇതിൽ 2 ഉദാഹരണമൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇവിടെ ഓരോ ഉദാഹരണം ചോദിച്ചാൽ 1 മാർക്കിന് ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യമായിരിക്കും, ചിലപ്പോൾ 4 മാർക്കിന് 5 മാർക്കിന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ പൂരക വസ്തു അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണമെങ്കിൽ, ഒരു വസ്തുവിൻ്റെ ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. ഇങ്ങനെയാണ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയും. ഇപ്പോൾ നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെൻ്ററി ഗുഡ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം.